യഹോവ എൻ്റെ പാറ, എൻ്റെ ബലം, എൻ്റെ ഉറപ്പുള്ള കോട്ട, എൻ്റെ സങ്കേതം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 6-7 വചനങ്ങൾ. അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടയുന്നതെന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഈ ലോകത്തിൽ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ആ അധർമ്മത്തെ നമ്മോടടുക്കാതെ തടുത്തു നിൽക്കുന്ന ഒരുവനുമുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തുന്നത് ആരാണ്? ബൈബിൾ അതിനെ വിളിക്കുന്നു അധർമ്മമൂർത്തി, പിശാചിൻ്റെ പ്രവർത്തികളെ ചെയ്യുന്ന അധർമ്മമൂർത്തി. തടുത്തു നിർത്തുന്നവനാരാണ്? യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ്. പഴയ കാലഘട്ടങ്ങളിൽ മനുഷ്യർ മദ്യപിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ കാണാതെ ഒളിച്ചും പതുങ്ങിയുമെല്ലാമായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കിയാലും ഗവൺമെൻറ് ലോക്ക്ഡൗൺ റിലാക്സേഷനുകൾ കൊടുത്ത ഉടനെ തന്നെ വേഗത്തിൽ മദ്യശാലകൾ തുറക്കുകയും 1-2 കിലോമീറ്ററുകളോളം അകലത്തിൽ വളരെ നീണ്ട ക്യൂ ആയി ജനം നിന്ന് പൊതുനിരത്തുകളിൽ നിന്ന് സമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് ഒരു ലജ്ജയും കൂടാതെ മദ്യം വാങ്ങുവാൻ അവർ കാത്തു നിൽക്കുന്നു. പഴയ കാലഘട്ടത്തിലെ പാപം പുതിയ കാലഘട്ടമായപ്പോൾ അത് പാപമല്ലാതായി തീർന്നോ? അനേകർ മദ്യം ലഭിക്കാത്ത കാരണത്താൽ ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി എന്ന് പത്രമാധ്യമങ്ങളിൽ കൂടെ നാം അറിഞ്ഞു. ഇത്രമാത്രം ധൈര്യത്തോടെ ഒരു പാപം ചെയ്യുവാനുള്ള സാഹചര്യം ലഭിക്കാത്തത് കാരണം ജീവനെടുക്കുവാൻ എങ്ങനെ മനുഷ്യന് കഴിയുന്നു? ഇതിനെയാണ് അധർമ്മത്തിൻ്റെ മർമ്മം അഥവാ അധർമ്മമൂർത്തിയുടെ പ്രവൃത്തി എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ കൊണ്ട് താൻ ഇച്ഛിക്കാത്ത പാപവും അധർമ്മവും ചെയ്യുവാൻ മനുഷ്യനെ നിർബന്ധിക്കുന്ന അധർമ്മമൂർത്തി. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന്, ഈ അധർമ്മത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ആർക്ക് കഴിയും? എൻ്റെ പ്രിയ സ്നേഹിതരെ, പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അധർമ്മത്തെ തടുത്തു നിർത്തുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയോട് കൂടെ ഉണ്ടെങ്കിൽ അധർമ്മമോ അധർമ്മത്തിൻ്റെ മൂർത്തിയോ നമ്മെ തൊടുവാൻ പോലും സാധ്യമല്ല. കേരളത്തിൽ ചില വർഷങ്ങൾക്ക് മുന്നിൽ ഒരു സഹോദരി ഒരല്പം സമ്പത്ത് ലഭിക്കുവാൻ വേണ്ടി തൻ്റെ കുടുംബത്തിലെ 6 വ്യക്തികളെ ആഹാരത്തിൽ വിഷം കലർത്തി സ്വന്തം കരങ്ങളാൽ അവർ കൊല്ലുവാനിടയായി. ഒന്ന് ചിന്തിച്ചാലും ഒരു സാധാരണ വ്യക്തിയെ കൊണ്ട് ഇത്ര അസാധാരണമായി പ്രവർത്തിക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അങ്ങനെയെങ്കിൽ ഏതോ ഒരു ദുഷ്ട ആത്മാവ് ഈ പ്രവർത്തികൾക്ക് പിന്നിൽ നിശ്ചയമായുമുണ്ട്. ചില ദിവസങ്ങൾക്ക് മുന്നേ ഒരു വളരെ സുന്ദരനായ സാമർഥ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയുടെ ഭവനത്തിൽ നിന്ന് പൊന്നും സമ്പത്തും പണവുമെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി അതിനുശേഷം മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുവാൻ സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്നു എന്ന് നാം പത്രമാധ്യമങ്ങളിൽ വായിച്ചു. 1-2 പ്രാവശ്യം കൊല്ലുവാനായി ശ്രമിച്ചു. ഒടുവിൽ ആ ശ്രമം ഫലം കണ്ടെത്തി. ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. മനുഷ്യൻ ഇത്ര സ്വാർത്ഥരായി, ഇത്ര അത്യാഗ്രഹികളായി എങ്ങനെ മാറുന്നു? അവർ ആഗ്രഹിച്ചിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. എന്നാൽ ഒരു അധർമ്മമൂർത്തി ഈ ലോകത്തിൽ അധർമ്മം അഴിച്ചുവിട്ട് മനുഷ്യനെ ക്രൂരത ചെയ്യുവാൻ നിർബന്ധിക്കുന്നു. കർണാടകയിൽ ചില മാസങ്ങൾക്ക് മുന്നിൽ 2 വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂളിൽ വെച്ച് വഴക്കുണ്ടായി. അതിൽ ഒരു വിദ്യാർത്ഥി തൻ്റെ സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് സ്കൂളിലെ ടോയ്ലറ്റിൽ കടന്നു ചെന്ന് ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് അവനെ അനേക പ്രാവശ്യം കുത്തിക്കൊല്ലുവാനിടയായി. ഒരു കുഞ്ഞ് മകൻ്റെ ഉള്ളിൽ, ഒരു കൊച്ചു പൈതലിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം പകവീട്ടൽ അവൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു? ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിക്കട്ടെ. ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നാം വാസ്തവത്തിൽ സുരക്ഷിതരാണോ? എന്നാൽ വിശ്വാസത്തോടെ, അല്പം ധൈര്യത്തോടെ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, നിശ്ചയമായും നാം സുരക്ഷിതരാണ്. എന്തെന്നാൽ യെഹെസ്കേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 4-6 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു. അവനോട് യഹോവ, നീ നഗരത്തിൻ്റെ നടുവിൽ, യെരുശലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളമിടുക എന്ന് കൽപ്പിച്ചു.
വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ, എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്. ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നെറ്റിയിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഏറ്റ ഒന്നിനെയും തൊടുവാൻ പിശാചിനോ പൈശാചിക ലോകത്തിനോ അവൻ്റെ ദൂതന്മാർക്കോ അധികാരമില്ല. എൻ്റെ പ്രിയ സഹോദര സഹോദരി, താങ്കളും നെറ്റിയിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ താങ്കളുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ അർപ്പിച്ചാലും പരിശുദ്ധാത്മാവിനല്ലാതെ നമ്മെ ഈ ലോകത്തിൽ സുരക്ഷിതരായി വയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. ഈ കാലത്തിലെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, നിരാശയിൽ ആഴ്ത്തുന്ന വാർത്തകൾ മാത്രമേ അതിനകത്ത് കാണുവാൻ സാധ്യമാകുകയുള്ളൂ. ന്യൂസ് ചാനലുകൾ എടുത്താൽ, യൂട്യൂബിൽ നോക്കിയാൽ, എവിടെ നോക്കിയാലും പട്ടിണിയെക്കുറിച്ച്, ഭൂകമ്പം, അപകടങ്ങൾ, കൊലപാതകങ്ങൾ, മരണങ്ങൾ, ആത്മഹത്യകൾ, ബലാത്കാരങ്ങൾ, മഹാമാരികൾ, മഹാവ്യാധികൾ, ഇവയെല്ലാമല്ലേ നാം എന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? എന്താ നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെൺമക്കളും സുരക്ഷിതരാണോ ഈ ലോകത്തിൽ? എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഒരു പൈതലിനോട് ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, നിശ്ചയമായും അവർ സുരക്ഷിതരാണ്. എന്തെന്നാൽ പരിശുദ്ധാത്മാവ് അധർമ്മമൂർത്തിയെ തടുത്തു നിർത്തുന്നവനാണ്. ആ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ മതിയായ സർവശക്തനായ ദൈവം. ഇന്ന് എല്ലാ ഇടങ്ങളിലും, കടകളിൽ, ഓഫീസ് സ്ഥാപനങ്ങളിൽ, എന്തിനു പറയുന്നു, ഭവനങ്ങളിൽ പോലും CCTVകൾ എല്ലായിടങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയകൾ അത്രമേൽ പ്രാബല്യത്തിലുണ്ട് ഈ കാലഘട്ടത്തിൽ. ഒരു ചെറിയ സംഭവം എവിടെ നടന്നാലും ലോകത്തിൽ മുഴുവനുള്ള ആൾക്കാർക്ക് അതിനെ അറിയുവാൻ കഴിയും. എന്നിട്ടും കുറ്റകൃത്യങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. ഓരോ ദിവസവും അധർമ്മവും പാപവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഈ സൃഷ്ടി മുഴുവൻ, ഈ ലോകം മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ വിളിച്ചു പറയുമ്പോൾ നാമും ആ കർത്താവിൻ്റെ വചനത്തിന് മുന്നിൽ നമ്മെ തന്നെ സമർപ്പിക്കാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അന്ത്യനാളുകളിൽ ദേശദേശങ്ങളിൽ അപകടങ്ങളും മഹാമാരികളും ഭൂകമ്പവും ക്ഷാമവും യുദ്ധവും യുദ്ധശ്രുതികളും മഹാവ്യാധികളും ഉണ്ടാകുക തന്നെ വേണം. എന്നാൽ നെറ്റിയിൽ മുദ്രയുള്ള ഒന്നിനെയും തൊടുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റവനെ ഒരു വ്യക്തിയും ഒരു പിശാചും തൊടുവാൻ അവൻ അനുവാദം കൊടുത്തിട്ടില്ല. നാം നമ്മുടെ കുടുംബത്തിനു വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം അധ്വാനിക്കുന്നു. ജോലിയിൽ, പഠനത്തിൽ പൈസ സമ്പാദിക്കുവാൻ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. ഓരോ മാതാപിതാക്കന്മാരും അവരുടെ പൂർണ്ണ പരിശ്രമം കൊണ്ട് അവരുടെ അധ്വാന ഫലങ്ങൾ മുഴുവനും ചെലവിട്ട് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാപ്ടോപ്പുകൾ വാങ്ങുവാൻ, ഇൻ്റർനെറ്റ് കണക്ഷൻസ് എടുക്കുവാൻ അവരുടെ പരമാവധി ശ്രമിക്കുന്നു. എന്തിനു വേണ്ടി? തൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് അവരുടെ ഭാവികൾ നല്ല നിലകളിലെത്തി സുരക്ഷിതമാകുവാൻ. എന്നാൽ വാസ്തവമായും ഈ ലോകത്തിൽ നാം സുരക്ഷിതരാണോ? നിശ്ചയമായും അല്ല. എന്നാൽ എൻ്റെ പ്രിയ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നാം പരിശ്രമിക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, അവരുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ, വിചാരങ്ങളിൽ പോലും ദൈവത്തിൻ്റെ വചനത്തെ നിറയ്ക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ചേർന്ന് പരിശ്രമിക്കാം. എന്തുകൊണ്ടെന്നാൽ സെഖര്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വചനം ഇപ്രകാരം പറയുന്നു, സെരുബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അധർമ്മത്തെയും തടുത്തു നിർത്തുവാൻ കഴിയുകയുള്ളൂ. അധർമ്മമൂർത്തിയോട് എതിർത്തു നിന്ന് നമ്മെ സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ കഴിവുള്ള ഏകദൈവം. നെറ്റികളിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റവരാൽ ഈ ദിവസങ്ങളിൽ അവൻ്റെ സാക്ഷികളായി നമുക്ക് നിൽക്കാം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലും നാം ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായേ മതിയാകും. മരിച്ചുവെങ്കിൽ കല്ലറ പൊട്ടിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവം മാത്രമാണ് നമ്മെ സഹായിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേൽക്കുവാൻ നമുക്കേവർക്കും കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.